ഒരുപാട് നാളായിട്ട് ട്രെൻഡിങ്ങിലുണ്ടായിരുന്ന പ്രോഡക്റ്റാണ് ട്വിറ്റർ കുഷൻ ഫൗണ്ടേഷൻ. ഫൈനലി ഐ ഓൾസോ ഗോട്ട് മൈ ഹാൻഡ്സ് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 27C കൂൾ ബേജ് ആണ്. ഞാൻ ഒത്തിരി റിസർച്ച് നടത്തിയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു ഷെയ്ഡ് ഞാൻ സെലക്ട് ചെയ്തത്. സോ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു മിറർ ഉണ്ടായിരിക്കും. അതിനുശേഷം യു ഹാവ് ദാറ്റ് സ്പഞ്ച്. എഗെയിൻ ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഉള്ളത്. ഇത് കണ്ടപ്പം കുറച്ച് ഡാർക്കറാണെന്ന് എനിക്ക് തോന്നി. അപ്പം ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു കേട്ടോ. ബട്ട് ദെൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ഞാൻ ഈ ഒരു ആപ്ലിക്കേറ്ററിൽ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഫേസിൽ ഡാബ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്വൈപ്പിൽ തന്നെ ഐ വാസ് സൂപ്പർബ്ലി സർപ്രൈസ്ഡ്. കാരണം സ്കിന്നിൽ നല്ലപോലെ ഗ്ലൈഡ് ഓൺ ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്മൂത്ത് ഫിനിഷാണ് കേട്ടോ. ബൈ ദ വേ ഞാൻ എൻ്റെ സ്കിന്നെ പ്രപ്പൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ അത് നല്ലപോലെ സ്കിന്നിൽ ഗ്ലൈഡ് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദ ഫിനിഷ് ഇസ് സോ അമേസിങ്. നമുക്ക് കൺസീലർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റഡ് ആക്നെയും മാക്സിനെയും പിഗ്മെൻറ്റേഷനൊക്കെ നല്ലപോലെ ഹൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഈ ഒരു ട്വിറ്റർ കുഷൻ ഫൗണ്ടേഷൻ എൻ്റെ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ നോക്കുമ്പോൾ ഒരു കുറച്ച് വൈറ്റിഷ് ആയിട്ട് നിൽക്കുന്ന പോലെ കാണാൻ പറ്റും. പക്ഷേ നാച്ചുറൽ ആയിട്ട് നോക്കുമ്പോൾ അത്ര വൈറ്റ് എടുത്ത് നിൽക്കുന്നില്ല. ഒരു പൊടിക്ക് ഒരു വൈറ്റ് ടോൺ വരുന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ച പോലെ അത്രയ്ക്ക് യെല്ലോയിഷ് ആയിട്ടുള്ള ടിൻ്റ് ഇല്ല കേട്ടോ. ഇറ്റ്സ് മോർ ലൈക്ക് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക ഷെയ്ഡാണ് ഇതിനകത്തുള്ളത്. പക്ഷേ അത്ര വൃത്തികേടില്ല എന്ന് വെച്ചാൽ എക്സാക്ട് ഷെയ്ഡ് അല്ലാത്ത പോലെ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന പോലെ അങ്ങനെയൊന്നുമില്ല. സ്കിന്നിനേക്കാളും ഞാൻ പറഞ്ഞില്ല, എൻ്റെ യെല്ലോയിഷ് സ്കിൻ ടോണാണ് എൻ്റെ. അതിനേക്കാളും കുറച്ചൊരു പൊടിക്കൊരു വൈറ്റ് നിൽക്കുന്നതെന്നേ തോന്നുന്നുള്ളൂ. സോ നമുക്ക് വിൽ വെയിറ്റ് ഫോർ സം ടൈം ആൻഡ് നോക്കാം. ഓക്സിഡേഷൻ ഏതായാലും ആവില്ല. അപ്പം എക്സാക്ട് ഷെയ്ഡ് ആവോ അതോ സ്കിൻ ടോണിനേക്കാളും കുറച്ചുകൂടെ ബിറ്റ് ഡാർക്കർ ആവും നമുക്ക് നോക്കാം. സോ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 4 hours ആയിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു വൈറ്റ് കാസ്റ്റ് പോലെ ഒരു വൈറ്റ് ആൻഡ് പിങ്ക് കളർ ഷെയ്ഡ് ഇപ്പോൾ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്, നല്ലപോലെ സെറ്റിലായി. ഓക്സിഡൈസ് ആയിട്ട് ഇപ്പം മോർ ലൈക്ക് എൻ്റെ സ്കിൻ പോലെ തന്നെയാണ് തോന്നുന്നത്. ഒരു സ്കിൻ ലൈക്ക് ഫിനിഷാണ്. എനിക്കങ്ങനെ ഒരു എന്തോ ഇട്ടു എന്നുള്ള തോന്നലില്ല. പബ്ലിക് നമുക്കങ്ങനെ തോന്നത്തില്ല. മോർ ലൈക്ക് സ്കിൻ പോലെ തന്നെയാണ്. ആകെ ഈ ഒരു അണ്ടർ ഏരിയയിൽ കുറച്ചൊരു പാച്ച്നെസ് ലൈറ്റ് ആയിട്ടുണ്ട്. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഫോർമുല അടിപൊളിയാണ്. ഇതിൻ്റെ കവറേജ് അടിപൊളിയാണ്. വർത്ത് ബൈങ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച ഈ ഒരു 750 rupeesന് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് വർത്ത് ബൈങ് ആണ് തോന്നിയിട്ടുള്ളത് ഓവറോൾ നോക്കുമ്പോൾ. ബിക്കോസ് എനിക്ക് ഷെയ്ഡ് അങ്ങനെ റോങ് ഷെയ്ഡായിട്ട് തോന്നിയില്ല. എനിക്ക് മാച്ച് പോലെയാണ് തോന്നിയത്. സോ ഐ എം ഹാപ്പി. പക്ഷേ എല്ലാവർക്കും അതുപോലെ ആണെന്നില്ല. കാരണം മെയിൻ പ്രോബ്ലം കറക്റ്റ് ഷെയ്ഡ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് വേസ്റ്റ് ഓഫ് മണിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയ്ഡ് കറക്റ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. അല്ലെങ്കിൽ you'll regret after buying it. But I'm anyway happy that I got the correct shade and I'm okay with the product.